ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? കഴിഞ്ഞ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ യൂണിറ്റിന്റെ തന്നെ കുറച്ച് പോർഷൻസ് കൂടി തീരാനുണ്ടായിരുന്നു അല്ലേ? അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് നല്ല ശ്രദ്ധയോടെ തന്നെ കാണണേ. എന്നാൽ നമുക്ക് തുടങ്ങാം. എല്ലാവരും റെഡിയല്ലേ? ഇന്നത്തെ സ്റ്റോറിയുടെ പേരാണ് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ? ഇനി ആവർത്തിക്കരുതെന്ന്. ഈ ഒരു സ്റ്റോറിയിൽ ഡോണ്ട് റിപ്പീറ്റ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് നമുക്ക് നോക്കിയാലോ? വരൂ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടില്ലേ, ബസ്സും കാറും കൂട്ടിയിടിച്ച് അവിടെ വലിയൊരു പ്രശ്നം നടക്കുന്നത്. ആ സമയത്ത് തന്നെയാണ് ഈ ഒരു കഥയും ഇവിടെ നടക്കുന്നത്. അപ്പോൾ അവിടെ എന്താണെന്ന് നടന്നത് നമുക്ക് അറിയണ്ടേ? വരൂ. അവിടെ ഒരു അമ്മക്കോഴിയും അച്ഛൻകോഴിയും താമസിച്ചിരുന്നു. അവർ രണ്ടുപേരും മുട്ട വിരിഞ്ഞ് അവരുടെ കുഞ്ഞ് പുറത്തേക്ക് വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അച്ഛൻകോഴി ചുമ്മാ നടക്കാനായി പുറത്തേക്ക് ഇറങ്ങി. ഒരു ചുണ്ടനെലി ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ആ മുട്ട കൈക്കലാക്കാൻ അവൻ തക്കം പാത്തു നിൽക്കായിരുന്നു. അപ്പോഴാണ് അവിടെ ബസ്സും കാറും കൂട്ടിയിടിച്ച് വലിയൊരു പ്രശ്നമുണ്ടാകുന്നത്. ഇത് കണ്ട് അമ്മക്കോഴി പെട്ടെന്ന് അവിടേക്ക് ഓടി. എന്നും പറഞ്ഞുകൊണ്ട് തക്കം പാർത്ത് നിന്നിരുന്ന ചുണ്ടനെലി ഓടിച്ചെന്ന് ആ മുട്ട കൈക്കലാക്കി. ഇത് കണ്ട് അമ്മക്കോഴി കരഞ്ഞുകൊണ്ട് ഓടി വന്നു. എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു സമയത്ത് തന്നെയാണ് കാറിന്റെ ലൈറ്റ് തെറിച്ച് ആ ഒരു ചുണ്ടനെലിയുടെ തലയിലേക്ക് വീണത്. അങ്ങനെ അവൻ്റെ കയ്യിൽ നിന്ന് മുട്ട തിരിച്ച് അമ്മ കോഴിയുടെ കയ്യിലേക്ക് തന്നെ എത്തി. ഈ ഒരു സമയത്താണ് അച്ഛൻ കോഴി ഇത് കണ്ട് അവിടേക്ക് ഓടി വന്നത്. കുഴപ്പമൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട്. ചുണ്ടനെലി വീണത് കണ്ട് ചുണ്ടനെലിയുടെ കൂട്ടുകാർ അവിടേക്ക് ഓടിയെത്തി. എന്നിട്ട് അവനെ അവിടെ നിന്ന് എടുക്കാൻ വേണ്ടി ശ്രമിച്ചു. ഈ ഒരു സമയം തന്നെ അച്ഛൻ കോഴിയുടെ ചോദ്യം കേട്ട് അമ്മക്കോഴിക്ക് ദേഷ്യം വന്നു. ഇത് നിങ്ങളുടെ മിസ്റ്റേക്കാ. എന്തുകൊണ്ടായിരിക്കും അമ്മക്കോഴി അങ്ങനെ ദേഷ്യപ്പെട്ടത്? അച്ഛൻ കോഴി അവരെ ശ്രദ്ധിക്കാതെ ചുമ്മാ അവിടെ നടന്നു കളിക്കുകയായിരുന്നു. എന്നോട് ക്ഷമിക്കൂ, എനിക്കൊരു തെറ്റുപറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ കോഴി അമ്മക്കോഴിയോട് ക്ഷമ ചോദിച്ചു. ഇത് കേട്ട് അമ്മക്കോഴി പറഞ്ഞു, അങ്ങനെ അവർ വീണ്ടും സന്തോഷത്തോടു കൂടി ജീവിച്ചു. പാവം ചുണ്ടനെലിയെ അവന്റെ കൂട്ടുകാർ എല്ലാവരും കൂടി പൊക്കിയെടുത്തു കൊണ്ടുപോയി. അത്യാഗ്രഹം ആപത്തെന്ന് കൂട്ടുകാർക്ക് ഈ കഥയിലൂടെ മനസ്സിലായില്ലേ? അതു തന്നെ. നമ്മളുടേതല്ലാത്തതൊന്നും തന്നെ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല, അല്ലേ? കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ? എങ്കിൽ നമുക്ക് ഈ യൂണിറ്റിലെ ആക്ടിവിറ്റീസ് എന്തെല്ലാമാണെന്ന് നോക്കിയാലോ? ആദ്യം തന്നെ ഡ്രോ എ സർക്കിൾ അറൗണ്ട് ദി വേർഡ്സ് യു ക്യാൻ റീഡ്. അപ്പോൾ വായിക്കൂ കൂട്ടുകാരെ. ബസ്, റോഡ്, കൗ, horn, fast, ready, move, van, stop, light, sorry, jeep, crash, lorry, sing, police, bell, run, tire, trees, red, black, blue, white, one, wheel, color, mistake, pink, slow. കൂട്ടുകാർ ഇതെല്ലാം വായിച്ചിട്ട് ഓരോ വേർഡ്സിന് ചുറ്റും ഓരോ സർക്കിൾ വരയ്ക്കണം. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. പുട്ട് എ ടിക്ക് മാർക്ക് അഗൈൻസ്റ്റ് ദി ക്യാരക്ടേഴ്സ് ഇൻ ദി സ്റ്റോറി. ഈ ഒരു കോളങ്ങളിൽ ഏതെല്ലാം ക്യാരക്ടേഴ്സാണ് നമ്മളുടെ സ്റ്റോറിയിൽ ഉണ്ടായിരുന്നത്? അപ്പോൾ പറയൂ കൂട്ടുകാരെ. ബസ്, കാർ, ബിയർ, മങ്കി, പോലീസ് ഓഫീസർ, പിന്നെന്താ ഉള്ളത്? കൗ, മൗസ്, പിന്നെ ഹെൻ. അത്ര കാര്യങ്ങളേ ഉള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ അത്രയും വേർഡ്സിന് നേരെ ടിക്ക് മാർക്ക് ചെയ്യണം. ഈ ആക്ടിവിറ്റീസ് എല്ലാം കൂട്ടുകാർ ചെയ്യില്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിലുള്ളത്. കൂട്ടുകാർക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടോ? അടുത്ത യൂണിറ്റുമായി ഞാൻ പെട്ടെന്ന് തന്നെ എത്താം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരുടെ കൂട്ടുകാർക്കും എത്രയും പെട്ടെന്ന് അയച്ചു കൊടുക്കാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ.